ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് പോകുന്നത് ന്യൂ മുംബൈയിലുള്ള തുർബെ എന്ന് പറയുന്നൊരു മാർക്കറ്റിലാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത്. ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ജസ്റ്റ് ഒരു സ്റ്റേഷനേ ഉള്ളൂ ഇവിടുന്ന്, കോപ്പർകർണേ ടു തുർബെ. ഇവിടുന്ന് നമ്മൾ വെറും 5 രൂപയേ ഉള്ളൂ. ഇവിടുന്ന് എടുത്ത് റിട്ടേൺ ടിക്കറ്റും കൂടെ എടുക്കണം. ഇവിടുന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് മാർക്കറ്റിലെത്തും. കണ്ടോ ഗൈസ്, ഇതാണ് കോപ്പർകർണേ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിൻ വന്നു. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്കിരുന്ന് പോരാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തുർബെ എത്തി ഗൈസ്. എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ഞങ്ങൾ ഇത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് പ്രേമികൾക്ക് പ്രിയമാണ് ഈ മുംബൈയിലെ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ന്യൂ മുംബൈയിലുള്ള ഈ മാർക്കറ്റ് എവിടെ ആരംഭിക്കണമെന്നറിയാത്ത ചോദ്യത്തിന് ഉത്തരമാണ് ഈ തുർബെ മാർക്കറ്റ്. വസ്ത്രങ്ങളാണ് ഫാഷൻ സ്ട്രീറ്റിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എന്ത് തരത്തിലുള്ള ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. എന്ത് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. റോഡരികിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഡ്രസ്സ് തൊട്ട് എല്ലാ ഐറ്റംസും കിട്ടും. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. വൈകുന്നേരങ്ങളിലാണ് ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല തിരക്കായിരിക്കും, നല്ല തിക്കും തിരക്കുമായിരിക്കും റോഡിൽ. കച്ചവടം നല്ല പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവനിങ് ടൈമിൽ. നമ്മൾ വില പേശിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വില പേശുകയാണെങ്കിൽ നമുക്ക് വില കുറച്ച് അവർ തരും. അതായത് ഇവിടെ വില പേശിക്കഴിഞ്ഞാൽ പകുതി വിലയ്ക്ക് തരും, പകുതി വിലയ്ക്ക് നമുക്ക് കിട്ടും. വില പേശാത്തവർക്ക് അവർ എക്സ്ട്രാ പൈസയും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. അതുകൊണ്ട് മാക്സിമം വില പേശുക. ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ 100 റുപ്പീസിനേ ഉള്ളൂ. എല്ലാ സാധനങ്ങൾക്കും 100 റുപ്പീസിൽ കൂടുതൽ ചാർജ് വരുന്നില്ല. അത്രയൊക്കെ ഇവർ മേടിക്കുന്നുള്ളൂ. വില പേശാൻ അറിയാവുന്നവർക്ക് ഇത് നല്ലൊരു സ്ഥലമായിട്ടാണ് കാണുന്നത്. എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ടാറ്റു ഒക്കെ ഉണ്ട്. അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഗൈസ്. നല്ലതാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. കണ്ടോ ഗൈസ്, എന്തൊക്കെയോ തേങ്ങയൊക്കെ വെച്ചിരിക്കുന്നു. വീണ്ടും ടാറ്റു. എല്ലാ സാധനങ്ങളും ജീവിതവർണ്ണങ്ങൾ നിറഞ്ഞൊഴുകുന്ന മുംബൈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതൊരു സഞ്ചാരിയും അറിയാതെ പറയും, ജീവിതവും കാഴ്ചകളും അനുഭവങ്ങളും ഇഴചേർത്ത് നെയ്തൊരു കഥാപുസ്തകമാണ് മുംബൈ. ഈ മുംബൈ അങ്ങനെയാണ്. ശരിയാണ്. ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ നഗരത്തെ നമ്മൾ മറന്നു കളയാൻ പറ്റത്തില്ല. ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കാനാവില്ല ഈ മുംബൈനെ. ഒരിക്കലും ഉറങ്ങാത്തൊരു നഗരമാണ് ഈ മുംബൈ. കണ്ടോ ഗൈസ്, എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളാണെങ്കിൽ തിരക്ക് കാരണം ഇങ്ങോട്ട് കയറി നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. പെട്ടിയൊക്കെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. പെട്ടിക്കൊക്കെ ഭയങ്കര വില കുറവാണ് ഗൈസ്. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ മീഷോയ്ക്കകത്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്. ഇവിടെ നിന്ന് ആയിരിക്കും. എന്തായാലും നല്ല വില കുറവുണ്ട്. ക്യാപ്പിനൊക്കെ 100 റുപ്പീസാണ്. എല്ലാ സാധനങ്ങൾക്കും ഇവിടെ 100 റുപ്പീസ്, 50 റുപ്പീസ്. ഡ്രസ്സിനൊക്കെ വെറും 50 റുപ്പീസേ ഉള്ളൂ. ഇത് എന്താണ് ഇതിനെല്ലാം അതെ സ്പെക്സ് കാര്യങ്ങൾ, കൂളിംഗ് ഗ്ലാസ്സിനെല്ലാം 50 റുപ്പീസുള്ളൂ. മൊബൈലിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനും 100, 50. ഇച്ചിരി വില പേശുവാണെങ്കിൽ വീണ്ടും അവർ കുറച്ച് തരുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ചോദിച്ചിട്ട് നമുക്ക് വേണ്ട, വില കൂടുതലാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ച് അത് ഏൽപ്പിച്ച് നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും എന്ന് ചോദിച്ച് നമ്മുടെ കയ്യിൽ അത് അവർ ഏൽപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. നടന്നിട്ട് തീരുന്നില്ല ഗൈസ്. ഇത് ഒത്തിരി 2-3 കിലോമീറ്ററോളം ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റം ഇത് ചൂല് വിൽക്കുന്നുണ്ട്. ഫുഡ് ഐറ്റംസൊക്കെ എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടും. സ്ട്രീറ്റ് ഫുഡെല്ലാം ഉണ്ട്.
ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസും കിട്ടും, ഫ്രൂട്ട്സ് കിട്ടും. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്കുള്ള ഡ്രസ്സ് എല്ലാം അവൈലബിൾ ആണ് ഗൈസ്. താങ്ക് യു.